കുടികാരന്മാർ ഒരുപാടുണ്ടല്ലോ. ബക്രീദായിട്ടും തിരക്കിനൊരു പഞ്ഞുമില്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ നമ്മുടെ ചുങ്കം ബീവറേജിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അപ്പോൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് 1500 താഴെയുള്ള നല്ല അടിപൊളി സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് കാട്ടിക്കൊടുത്തത്. അതിന് പറ്റിയ സ്ഥലം നമ്മുടെ ചുങ്കം സപ്ലൈകോ തന്നെയാണ്. കൺസ്യൂമർ ഫ്രണ്ട്. ഇതൊന്നും നമ്മുടെ ബഡ്ജറ്റ് അല്ല, പക്ഷെ പിന്നെ കാണിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇനി മറ്റാരെങ്കിലും വലിയ ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ ചോദിച്ചാൽ ഞാൻ അതും ചെയ്യുന്നതായിരിക്കും. ഏതാടേ കോർക്ക് വെച്ച സാധനം ടക്കീലെ 7880 മെയ്ഡ് ഇൻ മെക്സിക്കോ അല്ലേ? അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തന്നേ ഉള്ളൂ. ഇതെല്ലാവരും ഒരുപാട് ഓവർവ്യൂ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റുകളിലേക്ക് കടക്കാം. അതാവും ഏറ്റവും ഭംഗി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ആ ഒരു റെക്കമെൻഡേഷന്റെ ഫലമായിട്ട് നമ്മൾ 1500 താഴെയുള്ള ഐറ്റംസാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സ്മിർനോഫിന്റെ മറ്റു വേരിയൻസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്മിർനോഫിന്റെ പ്ലെയിൻ ഫ്ലേവർ 1420 രൂപയേ ഉള്ളൂ. നമ്മുടെ ബ്രോ പറഞ്ഞ പോലെ 1420 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാധനം മേടിക്കാം. ഒരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ബ്രാൻഡായ സ്മിർനോഫ് എന്ന് പറഞ്ഞ എക്സലന്റ് വോഡ്ക. നിങ്ങൾക്ക് സ്മിർനോഫിന്റെ ഒരുപാട് വേരിയൻസ് ഉണ്ട്, പക്ഷേ മറ്റു വേരിയൻസിന്റെ പ്രൈസ് എക്സാക്ട്ലി എനിക്ക് അറിയത്തില്ല. എങ്കിലും പൊളിയാണ്. ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ഉണ്ട്. ഗ്രീൻ ആപ്പിളിന് 1460 രൂപ തന്നെ ഉള്ളൂ. അപ്പൊ ഹൈലി 1500 അകത്ത് നിൽക്കുന്ന ബെസ്റ്റ് സെല്ലിംഗ് വോഡ്കാസിൽ ഒന്നാണ് സ്മിർനോഫ്. കാരണം എല്ലാം നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇടകലർന്ന് 1965 എന്ന് പറയുന്ന പ്രീമിയം ട്രിപ്ലക്സ് റമ്മാണ്. അല്ലേ? വെറും 1210 രൂപയുള്ളൂ. ഇത് മിലിറ്ററിയിലൊക്കെ കിട്ടുന്ന സാധനമെന്നാണ്. നമുക്ക് ഇവിടെ നിന്നും അതിൽ റാഡിക്കോടെയാണ്, അതുകൊണ്ട് തന്നെ ഹൈ ക്ലാസ് ആയിരിക്കും എന്ന് നമുക്കറിയാം. 1420 രൂപ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും റീസെന്റ് ആയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊതുവെ അറിയപ്പെടുന്നത് മിലിറ്ററി ക്യാൻറ്റീനിലും മിലിറ്ററിക്കാർക്ക് മാത്രം കൊടുക്കപ്പെടുന്ന സാധനമായിട്ട് അല്ലേ? അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിയപ്പെടുന്നത്. അപ്പൊ എന്തായാലും പുതുതായിട്ട് വന്ന സ്റ്റോക്കാണ്. 1420 രൂപ, സോറി 1210 രൂപയുള്ളൂ. അപ്പൊ അടുത്ത ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡുകളിൽ ഒന്നായ ഗ്ലാഡിയസ് പ്രീമിയം സിട്രസ് റമ്മാണ്. അതായത് ഇത് ലെമൺ ഫ്ലേവർ ആണ്, ലിമണി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ MRP എന്ന് പറയുന്നത് 1390 രൂപയാണ്. ഹൈലി അഫോർഡബിൾ ആൻഡ് ഹൈലി വർത്ത് ഫോർ യുവർ മണി. കാരണം മുടക്ക് മുതലിന്റെ ഇത് കുടിക്കാനാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് തരക്കേടില്ലാത്ത ബ്രാൻഡാണെന്ന് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഗ്ലാഡിയസ് ആണ് അടുത്തൊരു കണ്ടസ്റ്റ്. ഇതൊരു പുതിയ സാധനമാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റാഡിക്കോടെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഒന്ന് ചാടുന്നുണ്ട് കേട്ടോ. ലെമൺ ഡാഷ് എന്ന് പറയുന്ന ഒരു ഫ്ലേവേർഡ് റമ്മാണ്. ഫ്ലേവേർഡ് റമ്മാണ് ആക്ച്വലി. ഇതിന് എത്ര രൂപയെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1600 രൂപയാണ്. ഓക്കെ, അത് നമ്മുടെ ലിസ്റ്റിൽ പെടാത്തതാണെങ്കിൽ പോലും 1500 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു 1100 രൂപ കൂടി ഇട്ടെങ്കിൽ സുഖമായിട്ട് മേടിക്കാം. പക്ഷേ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്തിട്ട് അതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഇതും നമ്മൾ ട്രൈ ചെയ്ത ഒരു ബ്രാൻഡാണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് എന്ന് പറയുന്ന റയർ പ്രീമിയം വിസ്കിയാണ്. ഓക്ക് വിസ്കി. നല്ല അടിപൊളി ലുക്കാണ് ഇതിന്റെ ബോട്ടിലിങ് കാര്യങ്ങൾ. ബോട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. MRP എന്ന് പറയുന്നത് 1380 രൂപയുള്ളൂ. ഇതും ഹൈലി അറിയാൻ നമ്മളോട് പറയുന്ന സാധനം. അടുത്തത് പറയുമ്പോൾ ഹൈലി കളർഫുൾ ആയിട്ടുള്ള സാധനമാണ് മാജിക് മൊമെന്റ്സ് വേർബ് എന്ന് പറയുന്ന ലെമൺ ലഷ. ഇത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ യൂസ് ചെയ്ത സാധനമാണ്. നല്ലൊരു സ്മോക്ക് ബോട്ടിലാണ് 1460 രൂപ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡാർക്ക് റോക്സ് ബക്കാരി ബ്ലാക്ക്. ഇതിന് പിന്നെ കവറും കാര്യങ്ങളൊന്നും ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന്റെ MRP എന്ന് പറയുന്നത് 1230 രൂപയുള്ളൂ.
അതുപോലെ തന്നെ ബക്കാഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബക്കാഡിയുടെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സുകളും ഓരോ വേരിയൻസും ഹൈലി അഫോർഡബിൾ ആണ്. ഒരു 1500, 1600 ആ റേഞ്ചിലാണ് ഇതിന്റെ ഒരുമാതിരിപ്പെട്ട വേരിയൻസ് എല്ലാം ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ബക്കാഡി ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് റം, ഒരു കോള റം ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അതുപോലെ തന്നെ ബക്കാഡി ഓറഞ്ച് ഉണ്ട്. നമ്മുടെ ബ്രോ ചോദിച്ചതിനേക്കാളും 50 രൂപ കൂടുതൽ 1550. സ്റ്റെർലിംഗ് റിസർവ്, ഇതും ഒരു നല്ലൊരു സാധനമാണ്. സ്റ്റെർലിംഗ് റിസർവ് ആയാലും നല്ലൊരു ബോട്ടിലാണ്, നല്ലൊരു സാധനം. ഇതിന്റെ MRP എന്ന് പറയുന്നത്, ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ചാനലിലുള്ള സ്റ്റെർലിംഗ് റിസർവ് 1440 രൂപയാണ്. ട്രിപ്പിൾ ക്രൗൺ ഇത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഏകദേശം വയ്ക്കാറ് ഒരു ലോക്കൽ സാധനം പോലെ അറിയും. മോഹൻ മീക്കിൻസ് ലോക്കലാണെന്നൊന്നും പറയുന്നില്ല, ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. വെറും 1030 രൂപയുള്ളൂ. 1030 രൂപ. ഞാൻ നേരത്തെ നിങ്ങളോട് പറയുന്നു, ബക്കാഡി സീരീസിലെ ഒരുമാതിരിപ്പെട്ടതൊക്കെ ഒരു 1600, 1700 റേഞ്ച് ആണ് സാധനങ്ങളിൽ. ബക്കാഡി രൂപയായിട്ട് 1700, ബക്കാഡി ലെമൺ എത്ര ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തോന്നുന്നില്ല, 1580 രൂപ. ഞാൻ പറഞ്ഞു ആ ഒരു സെഗ്മെന്റിലാണ് ഇതെല്ലാം നമ്മൾ കളിക്കുന്നത്. പിന്നെ ബക്കാഡിയുടെ ജിഞ്ചറാണ്, ബക്കാഡി ജിഞ്ചർ, അതിന്റെ MRP എന്ന് പറയുന്നത് 1710 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാനും ഡ്രങ്കൻ ജിയും കൂടെ ഒരു ന്യൂ ഇയർ അടിച്ച് ആഘോഷിച്ച ഒരു സാധനമാണ് 8 PM വിസ്കി എന്ന് പറയുന്നത്. സപ്പോസ് ഞാനൊക്കെ കഴിക്കുന്ന ടൈം തൊട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. അടിപൊളി സാധനം, സ്റ്റൈലിഷ് ബോട്ടിലിംഗ് ആണ്. ഇതിന്റെ MRP എന്ന് പറയുമ്പോൾ 1350 രൂപയാണ്. ഒന്ന് ടച്ച് ചെയ്താണ്. പിന്നെ ഈ സിൽവർ മിസൈൽ കുട്ടിക്കെത്തിരിക്കുന്ന മാജിക് മൊമെന്റ്സിന്റെ വേർബ്, ഇത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ. വെറും 1420 രൂപയാണ്. 1500 രൂപയ്ക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ആഫ്റ്റർ ഡാർക്ക് എന്ന് പറയുന്ന ഹൈ ക്വാളിറ്റി സാധനമാണ്. നല്ലൊരു ബോട്ടിലിങ്ങും നല്ല അടിപൊളി ടേസ്റ്റുമുള്ള ഒരു ഡീലക്സ് വിസ്കിയാണ് ആഫ്റ്റർ ഡാർക്ക് എന്ന് പറയുന്നത്. അതിന്റെ MRP എന്ന് പറയുമ്പോൾ 1410 രൂപ. ഇനി എന്തായാലും നമുക്ക് റമ്മിന്റെ സെഗ്മെന്റിലോട്ട് ഒന്നും കൂടെ കാണാം. അവിടെ നോക്കാമല്ലോ ആരൊക്കെയാണ്. ലൂയി വെർണാൻഡ് എന്ന് പറഞ്ഞൊരു അടിപൊളി ബ്രാൻഡിയാണ്. റമ്മിന്റെ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോയതെങ്കിലും നമ്മുടെ കണ്ണിൽപ്പെട്ടത് ഈ ബ്രാൻഡിയാണ്. 1390 രൂപയാണ്. ഇങ്ങനെ പല പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴാണ് സ്വന്തം ആളെ കണ്ടത്. ടർക്വീസ്, ഇത് നമ്മുടെ പല ലിസ്റ്റിനകത്തും വന്ന് പെട്ടിട്ടുള്ളത് യാദൃശ്ചികമായിട്ടാണ്. 1250 രൂപയാണ്. വൈറ്റ് റമ്മാണ്, പവർ ഹൗസ്. വളരെ ചീപ്പായിട്ടുള്ള ഒരു റമ്മാണ്. ക്വാളിറ്റി മീൻസ് അല്ല ഞാൻ പറഞ്ഞത്. കമ്പയർഡ് ടു അതർ റംസ് 1500 അല്ല 1000 റേഞ്ചിൽ പെടുന്ന ഒരു സാധനമാണ് ഓൾഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ ബ്രോ നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ബ്രാൻഡ് കേട്ടോ. വെറും 970 രൂപയാണ്. 970 രൂപ. അടുത്തത് നോക്കിയാൽ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വിന്റേജ് സാധനമാണ്. പേര് ചെറുതായിട്ടൊന്ന് മാറിയേ ഉള്ളൂ. മെറ്റാൾ സെലിബ്രേഷൻ തന്നെയാണിത് ഞങ്ങൾക്ക്, അല്ലേ? ഇതിന്റെ MRP എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1070 ഉള്ളൂ. വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള ഹൈലി ക്വാളിറ്റി ഉള്ള ഒരു ഡാർക്ക് റമ്മാണ്. പിന്നെ അടുത്ത നമ്മുടെ ഹെർക്ലീസിന്റെ കളേർഡ് വേരിയന്റ് ആണ് ഇത്, ഡാർക്ക് റം ആയിട്ടുള്ളത്. 1080 രൂപയാണ്. വളരെയധികം പോപ്പുലാരിറ്റി ഉള്ളതും വളരെയധികം ആൾക്കാർ ചൂസ് ചെയ്യുന്നതുമായിട്ടുള്ള മറ്റൊരു ഡാർക്ക് റമ്മാണ് ഓഫീസേഴ്സ് ചോയ്സ് ട്രിപ്പിൾ എക്സ് റം. ഇതിന്റെ MRP എന്ന് പറയുമ്പോൾ വെറും ഓർക്കണം 750. ഒരു ഫുള്ളിന് വെറും 810 രൂപ. ചിന്തിക്കണേ. അടുത്തതായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ എല്ലാം സ്വന്തമായ ജോളി ചേച്ചി. ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു കോക്ടെയിൽ മിക്സറാണ് ആക്ച്വലി. ഇതിന് വെറും 1040 രൂപയുണ്ട്. നമ്മുടെ മൊട്ടത്തലയെ കണ്ടില്ലല്ലോ. ഇല്ല, സ്റ്റോക്ക് ഔട്ട്. അത് പ്രീമിയം ഇതല്ലേ, ഓൾഡ് മങ്ക് സുപ്രീം അവിടെ ഇരിപ്പുണ്ട്. മുകളിലാണ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നില്ല. 1620 രൂപയാണ്. And cheers y'all.
ഞാൻ പറഞ്ഞു 1500 താഴെയുള്ള ബ്രാൻഡ്സ് ഏതൊക്കെ പരിചയപ്പെടുത്തി വരാനാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. ഞാനത് ചെയ്തു. അപ്പൊ ഞാൻ നിങ്ങളോട് പലപ്പോഴും ലൈവിലൊക്കെ പറയാറുണ്ട്, ലൈവിൽ പല നമ്മുടെ ബ്രദേഴ്സും ചോദിക്കാനും ബ്രോ MD ഇന്ന കാറ്റഗറി പെടുന്ന ഏതെങ്കിലും ബെസ്റ്റ് സാധനം പറഞ്ഞുതരാം. അപ്പൊ ഞാൻ അപ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾ അല്ലാത്തൊരു വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എനിക്കതൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റും, ഇന്നത്തെ വീഡിയോ പോലെ. അപ്പൊ നെക്സ്റ്റ് ടൈം ഡു ദാറ്റ്, ഓക്കെ? നോട്ട് ഇൻസ്റ്റെഡ് ഓഫ് ലൈവ്, യു ജസ്റ്റ് കമന്റ് ഓൺ മൈ വീഡിയോ. എന്തായാലും ഇവൻ അവിടെ ഇരിക്കട്ടെ, എന്റെ മയക്കുവരിക്കുള്ള സമയമാഗതമായി. ഇന്ന് നമ്മൾ കണ്ടതിൽ ഏതോ ഒരു ഫ്ലേവർഡ് വാട്ടർ ആണെന്ന് മാത്രം പ്രൂവ് ചെയ്യാൻ മതി. ഇന്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഫ്ലേവർഡ് വാട്ടർ ആണ്. ചെറിയ ഒരു കൊച്ചി ട്രിപ്പ് വരുന്നുണ്ട്. ഒരു പേഴ്സണൽ ട്രിപ്പാണ്, നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ കഴിക്കുന്ന ഈ സെയിം സാധനം ഞാൻ ഗോവയിൽ പോയപ്പോ ഒരു പബ്ബിൽ ആക്ച്വലി ഇറ്റ് വാസ് എ ബാർ. ഞാൻ അവിടെ പോയിട്ട് ടോക്കൺ എടുത്തിട്ട് വേണം, നമ്മൾ അവിടെയൊക്കെ കയറുമ്പോൾ ടോക്കൺ എടുത്ത് വേണം കയറാം. അൺലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓഫർ തന്നിട്ട് കയറും. അപ്പോൾ ഈ സെയിം സാധനം ഞാൻ കയറി, അവിടെ കയറിയിട്ട് അൺലിമിറ്റഡ് നമ്മൾ പറയുന്ന അളവിൽ ഒഴിച്ചു തരും. ആദ്യമൊക്കെ ഞാൻ 60 മാത്രം മേടിച്ചു, പിന്നെ നമുക്ക് തോന്നുന്ന മുറയ്ക്ക് ഒഴിച്ചു തരികയാണ്. എത്ര വേണം, ഫുൾ ഗ്ലാസ് വേണമെങ്കിൽ ഒഴിച്ചു തരണമെങ്കിൽ ഒഴിച്ചു തരും. പക്ഷേ അവിടെ കിട്ടിയ സാധനം ആ പ്യോർ സാധനമല്ല. അതെനിക്ക് നല്ല പോലെ അറിയാം. തലയ്ക്ക് പിടുത്തമുണ്ടാവും, പക്ഷേ നമ്മൾ മേടിക്കുന്ന നമുക്ക് ഇന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന സാധനം അല്ല. അതാണ് റിയാലിറ്റി. ഒരിക്കലും അത് യഥാർത്ഥമായിട്ടുള്ള സാധനം അല്ലായിരുന്നു. നമ്മളിരുന്ന് കഴിക്കും, നമുക്ക് കഴിക്കാൻ പറ്റിയ ആ ഒരു ഫ്ലേവറിൽ അതാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവർ മേക്ക് ചെയ്ത് തരും. പക്ഷെ സാധനം അതല്ലായിരുന്നു. എനിക്കത് മനസ്സിലായതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആക്ച്വലി ലൈവ് അല്ല, അതിന് മുമ്പത്തെ വീഡിയോ, അതായത് എന്റെ ജോബിന്റെ റിവീലിംഗ് ആ ഒരു വീഡിയോയുടെ കമന്റിൽ ഒരു പുള്ളിക്കാരൻ, ഞാൻ പേര് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഐഡന്റിറ്റി ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല, പക്ഷെ പുള്ളിക്കാരൻ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്യുന്നു. ഒരു ബാങ്കിലും ഞാൻ ബാങ്കിലാണെന്ന് പറഞ്ഞല്ലോ, ഒരു ബാങ്കിലും കോടികളുടെ രൂപ വരുമാനം ആർക്കും കിട്ടത്തില്ല. പുള്ളി എന്നെയും ഇന്ത്യൻ പ്രസിഡന്റിനെയും കൂടെ, കേട്ടോ, എന്നെയും നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇല്ലേ എന്റെ ജോബ് പറഞ്ഞ കാര്യം, അതായത് എന്നെയും ഇന്ത്യൻ പ്രസിഡന്റിനെയും കൂടെ കമ്പയർ ചെയ്യുന്നു. ഇന്ത്യൻ പ്രസിഡന്റിന് പോലും കോടി രൂപ പോലും ഒരു മാസം വരുമാനം കിട്ടത്തില്ല. അവരോട് ഞാൻ പറഞ്ഞു മടുത്തു. ഞാൻ ഒരു കോടി എനിക്ക് ഒരു മാസം കിട്ടുന്നില്ല, ഒരു കോടിക്കണക്കിന് രൂപകൾ കയ്യിൽ മറിഞ്ഞു പോണു ഓരോ. കാരണം നിങ്ങൾക്കറിയാം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൈ കൂടെ, അതെ സത്യം. അപ്പോൾ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൈകളിലൂടെ ഒരു ദിവസം കോടിക്കണക്കിന് രൂപ കൈമറിഞ്ഞു പോകും. അത് പറഞ്ഞിട്ട് ഇതിന് മനസ്സിലാവണ്ടേ? നീ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാം, ഞാനൊരു ബാങ്കിലെ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എന്റെ കൈകളിലൂടെ ദിവസേന കോടിക്കണക്കിന് അതിന്റെ അപ്പുറത്തെ കാശും കൈമറിഞ്ഞു പോകും. മനസ്സിലാക്കി. അപ്പൊ എന്തായാലും കാശ് നമ്മുടെ ഒരു ബ്രോയുടെ റെക്കമെൻഡേഷൻ എന്നോടാണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കുന്നത്, നിങ്ങൾ പറയുന്നത് എന്താണോ, ഞാൻ പണ്ടും പറഞ്ഞതാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ചെയ്യും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ MD ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ജസ്റ്റ് കമന്റ് ഓൺ ദിസ് വീഡിയോ. എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ തൽക്കാലം ക്ലോസ് ഓഫ് ചെയ്യുകയാണ്. പുതിയൊരു ബ്രാൻഡുമായി എന്ന് പഴയ ലൈനിൽ ഞാൻ കടിച്ചു പോവുകയാണ്. പുതിയൊരു ബ്രാൻഡുമായി പുതിയൊരു വീഡിയോയുമായി MDTV will be rolling on forever. So അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് and cheers you all. Have a great night.